ബാബുരാജിൻ്റെ ഒരു 38ാം ചരമദിനത്തിൻ്റെ ഒരു പരിപാടിക്ക് ക്ഷണിക്കാൻ പോയപ്പോൾ ജയേട്ടൻ എന്നോട് ഇവിടെ ഇരിക്കുക പറഞ്ഞ അകത്ത് കയറ്റിയിരുത്തി. അപ്പം ജയേട്ടൻ ഉണ്ട് കുറച്ച് കാശൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നു, നീ എന്താ വന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ജയേട്ടൻ അങ്ങനെ ഇപ്പം ഒരു ചരമദിനത്തിൻ്റെ ഒരു പരിപാടി കോഴിക്കോട് ടവർ വെച്ച് നടത്തുന്നുണ്ട്, അപ്പോൾ എന്തായാലും ജയേട്ടൻ ആ പരിപാടിയിലൊന്ന് പങ്കെടുക്കണം, അതിന് ക്ഷണിക്കാൻ. അതിനെന്തുകൊണ്ടോ ഞാൻ അവിടെ എന്തായാലും ആ ദിവസം ഉണ്ടായിരിക്കും പറഞ്ഞു. ഈ ക്യാഷ് ഞാൻ പറഞ്ഞു ക്യാഷൊന്നും വേണ്ട എനിക്ക് പറഞ്ഞപ്പം അതൊന്നും കേൾക്കാതെ ക്യാഷ് എൻ്റെ അടുത്ത് തന്ന് ആ പരിപാടിക്ക് ജയേട്ടൻ വന്ന്. അപ്പം ഞാൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ പറഞ്ഞു, ഒരു പാട്ട് ജയേട്ടൻ പാടുന്നത് എനിക്ക് വായിക്കാൻ ഹാർമോണിയം തബല ഉപയോഗിച്ചിട്ട് വായിക്കാൻ എനിക്കൊരു ആഗ്രഹമുണ്ട് പറഞ്ഞു. അതിനെന്തുകൊണ്ടോ നീ അവിടെ ഇവിടെ താഴെ തന്നെ അവിടെ ഇരുന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ എൻ്റെ അടുത്ത് താഴ്ത്തിരുന്ന് ഈ പാട്ട് ഇങ്ങനെ ഞാൻ രാഗഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ അനുരാഗഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ. മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിച്ച മലരാണോ? മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിച്ച മലരാണോ? മഴവില്ലി നാട്ടിലെ കന്യകൾ ചൂടുന്ന മഴവില്ലി നാട്ടിലെ കന്യകൾ ചൂടുന്ന മരതകമാണിക്ക മലരാണോ? അനുരാഗഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ. ജയേട്ടനെ ഓർക്കാതിരിക്കാൻ പറ്റൂല. അത് ഞാൻ ജയേട്ടനെ എന്നാ പരിപാടിക്ക് വന്നിട്ട് എന്നോട് ₹1 വരെ വാങ്ങാതെ എൻ്റെ അടുത്തിരുന്ന് പാടിത്തന്ന് വളരെ ആ സമയത്ത് എന്നോട് എന്നെ കെട്ടിപ്പിടിച്ച് അവിടെ വീട്ടിലെത്തിയതിന് ശേഷം പരിപാടി അങ്ങനെ ഉണ്ടായിരുന്നോടോ ഒക്കെ ചോദിച്ചെന്നെ പിടിച്ച്. ആ വലിയ മനുഷ്യൻ ഞങ്ങളെ വിട്ടു പിരിഞ്ഞതിൽ വളരെ സങ്കടവും ഇതുമുണ്ട്. ജബ്ബാറിക്ക, താങ്ക് യു സോ മച്ച്. വന്ന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിനും ഒരു പെർഫോമൻസ് പാടി നമുക്ക് ഹാർമോണിയം വായിച്ച് കേൾപ്പിച്ചതിനും അദ്ദേഹത്തിന്റെ കൂടെ നമുക്ക് പാടാൻ പറ്റിയ ഒരു മഹാഭാഗ്യമാണ്. മകനല്ലേ. ഞാനത് അങ്ങനെ ഒന്നും പഠിച്ചതല്ല. ഇപ്പം ഓരോ ആളുകൾ വിളിക്കും, അപ്പം പറയും നീ ഒന്ന് ഏതെങ്കിലും ഒരു പാട്ട് വായിക്കുക, അത് വായിക്കുക. അപ്പം ചെറിയ മെഹഫിൽസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇത് ഒരു ഇൻസ്ട്രുമെന്റ്സ് ഞങ്ങളൊരു പെട്ടിയൊരു തബലയായിട്ട് പോകും. കോഴിക്കോട് ഈ സംഗീതത്തെ സ്നേഹിക്കുന്ന ആളുകളാണ് അധികം. അപ്പൊ അവര് കൂടുമ്പം പോകും. അപ്പം നീ ഏതെങ്കിലും വായിക്കുക അറിയുമ്പോൾ അങ്ങനെ പഠിച്ച് അപ്പോൾ ആരെങ്കിലും പറയാം അകല നീ ഒന്ന് അപ്പൊ അകല
ഇത് ഓരോ സാധനങ്ങളും ഇങ്ങനെ അവർ പറയും. അപ്പൊ അങ്ങനെ ഓരോ ബാക്ക്ഗ്രൗണ്ട്സും പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട്സ് ഓരോ കാര്യങ്ങളും പഠിച്ച് അങ്ങനെ വന്നു. അതൊന്ന് വായിക്കാമോ? ആ അകലേക്ക് വായിച്ചത് ഞങ്ങള് ബാക്കി പാടിത്തരാം. പാടുത്ത സത്തനി പദമപദമരിത ആഴിവരും നദിയും കുളിരും പാരിജാത മലരും മണവും പാടിവരും നദിയും കുളിരും പാരിജാത മലരും മണവും അറിയുകയല്ലേ നമ്മളൊന്നായി അറിയുകയല്ലേ അകലെ അകലെ നീലാകാശം അലതള്ളും മേഘതീർത്ഥം അരികിലെന്റെ ഹൃദയാകാശം അലതള്ളും രാഗതീർത്ഥം അകലെ